നന്ദി അഭിലാഷ്. നമുക്ക് മേജർ ജനറൽ ശ്രീ ഇന്ദ്രബാലൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സാർ, ഇവിടെ രക്ഷാപ്രവർത്തനം അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് ഇന്ന് സ്വീകരിച്ച നടപടികൾ? ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡൈബോർഡ്സിന്റെ എഫേർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡൈബോർഡ്സിനോട് ഫൈനലി ഓപ്പറേഷനലൈസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ആക്ടിവിറ്റി നമ്മളിവിടെ ചെയ്തു. ഒന്നാണ് ഈ നമ്മുടെ ഹൈ പവർ ഡ്രോൺ വിത്ത് ഹൈ ക്വാളിറ്റി വീഡിയോ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോണിനെ നമ്മൾ വി സെന്റ് ഇറ്റ് ടു ദ ക്രൗൺ ഓഫ് ദിസ് ലാൻഡ് സ്ലൈഡ്. ആ ക്രൗണിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു ക്ലോസപ്പ് ആയിട്ട് ഫുൾ വീഡിയോ കവറേജ് ഫ്രം ദ ക്രൗൺ അപ് ടു ഈ ബെയിലി ബ്രിഡ്ജ് ഏരിയ വരെ എടുത്തിട്ടുണ്ട്. അതെന്തിനാ പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ യൂസിന് ഈ ഹൈ ക്വാളിറ്റി വീഡിയോ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ സിമുലേഷൻ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് സബ്സിക്വന്റ്ലി നമുക്ക് ഈ ഫുൾ ബോഡീസ് എങ്ങോട്ടാ പോയി കാണും അതിനെ ഒരു സിമുലേഷൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിന്റെ ആവശ്യം വരും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സൂപ്പർ ഇമ്പോസ് അലോങ് വിത്ത് സാറ്റലൈറ്റ് ഇമേജറി and other information and create some sort of a simulation picture, but that is for larger purpose. അതല്ലാതെ നമ്മുടെ ഡൈബോർഡ്സിന്റെ ഡിറ്റക്ഷൻ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ ബെയിലി ബ്രിഡ്ജിന്റെ ഡൗൺ സ്ട്രീം an area of almost 200 meter by 200 meter area നമ്മൾ ഡൈബോർഡ്സിനെ നല്ലോണം സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ സെർച്ചില് we got about 20 odd contact points, different types of contact points. ആ എല്ലാം കോൺടാക്ട് പോയിന്റ് ബോഡി ആണെന്നില്ല. ദാറ്റ് വാസ് ദ മെയിൻ എയിം. അപ്പോൾ ഈ കോൺടാക്ട് പോയിന്റ്സ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കുറച്ച് സ്ട്രോങ് ആയിട്ട് ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് JC പോവാത്ത സ്ഥലത്തില് കുറച്ചൊരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ ബോഡി ആവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന്. വൺ ലോക്കൽ പേഴ്സൺ വന്നിട്ട് പറഞ്ഞു, സാർ ഇവിടെ ബോഡിയുടെ ശവത്തിന്റെ സ്മെല്ലും വരുന്നുണ്ട്, അപ്പോ അവിടെ പട്ടിയിലും കുറെ നേരം എഴുന്നിരുന്നു. സോ നിങ്ങൾ കണ്ട പോയിന്റും ശരിയാണ്, ഇവിടെ നല്ല ചാൻസ് ഉണ്ട് അവരും പറഞ്ഞു. സോ വി സെഡ് ഇറ്റ്സ് എ ഗുഡ് പോയിന്റ് ടു സ്റ്റാർട്ട്. നമുക്ക് പോയിട്ട് അതിനെ ഡിഗ് ചെയ്യാം. അപ്പോൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫീൽഡ് സ്റ്റേഷൻ അവിടെ ഡിഗ് ചെയ്തപ്പോൾ വി ഗോട്ട് 2 items. വൺ ഈസ് എ റോൾഡ് അപ്പ് വയർ മെഷ്. അതിൽ മണ്ണ് നിറഞ്ഞിട്ട് ഒരു 2 feet ഡയ ബൈ 5 feet ലോങ്, കറക്റ്റ് ആയിട്ടൊരു ലെസ് ദൻ 1 meter ഡെപ്തിൽ നമ്മൾ അനുമാനിച്ച ഡെപ്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. വേറൊരു സ്പോട്ടില് ഈ ഫോൺ ഇലക്ട്രിക്കൽ പോൾ സിമിലർ ലെങ്ത് ആയിട്ട് അവിടെ കിടക്കുന്നത്. അപ്പോ വൈൽ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഗെറ്റിംഗ് സക്സസ് ഓഫ് ഹ്യൂമൻ ബോഡി, ആ ഫുൾ സക്സസ് കിട്ടിയിട്ടില്ല, പക്ഷെ പാർഷ്യൽ സക്സസ് ഭൂമിയുടെ അകത്ത് നോക്കിയിട്ട് ഒരു ഫോറിൻ ഒബ്ജക്ട് അവിടെ ഉണ്ട്, ആ പ്രൊഡിക്ഷൻ ചെയ്യാനുള്ള സക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് രാത്രി ഇരുന്നിട്ട് ഈ 20-25 പോയിന്റ്സ് നമുക്ക് കിട്ടിയ പോയിന്റ്സിനെ നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് ചെയ്തിട്ട് കമ്പാരേറ്റീവ് അനലിറ്റിക്സ് ചെയ്തിട്ട് വിൽ റൂൾ ഔട്ട് ഏതൊക്കെയാണ് അൺലൈക്ലി ടു ബി സംതിങ് ഡിഫറെന്റ് അതർ ദാൻ ഹ്യൂമൻ ബോഡി. അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ അത് മാത്രമല്ല ചെയ്ത ശേഷമാണ് നമുക്ക് വി ഹാവ് ടു ഐഡന്റിഫൈ ഹ്യൂമൻ ബോഡി ആവാൻ ഏതാണ് ചാൻസ് ഉള്ളത്. ഇതിന്റെ ഇഷ്യൂ നമുക്ക് ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഏതായാലും